ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. നമ്മുടെ ഡേ ഇൻ മൈ ലൈഫിന്റെ രണ്ടാമത്തെ ദിവസമാണെന്ന്. അതുകൊണ്ട് തന്നെ രാവിലെ നീറ്റ് ഏസിന്റെ ചോട്ട് വെച്ചിരുന്ന നമ്മളെ ബക്കറ്റ് ഇട്ട് നേരെ ചെന്ന് ബാത്റൂമിൽ കയറി ഒറ്റ കൂടിയുണ്ട്. കുത്തമിനാർ പോലെ ബക്കറ്റിൽ ഇരിക്കാനായിട്ട് നിങ്ങളാരും ഞെട്ടാൻ നിൽക്കണ്ട. അതിൽ എല്ലാത്തിനും വെള്ളം പിടിച്ചിരിക്കാൻ നമ്മളെ റൂമിൽ തോന്നി. ഞാൻ എന്റെ കൂളിയും പല്ലേപ്പും ഡ്രസ്സ് മാറ്റലൊക്കെ കഴിഞ്ഞ് നേരെ പുറത്തോട്ടുണ്ട്. ഇൻഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഒട്ടുക്കത്തെ വെയിൽ മുഖത്തോട്ട് അടിക്കുന്നത്. പിന്നെ ഒരു ടവലും കെട്ടി ഞാൻ നേരെ പുറത്തേക്കുണ്ട്. നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ എല്ലായിടത്തും ബൈക്ക് ഉണ്ടാവും. പക്ഷെ ഇവിടെ ഡെലിവറി ബോയ്സിന്റെ അടുത്ത് മാത്രമേ ബൈക്ക് കാണൂ. ഈ കൊടും ചൂടത്തും കൊടും വെയിലത്തും ഈ ഡെലിവറി ബോയ്സിനെ സമ്മതിക്കണം അല്ലേ. അതങ്ങനെ ആലോചിച്ച് സൈഡിലേക്ക് നോക്കിയപ്പോഴാണ് ഞാൻ ഒരു കാഴ്ച കാണുന്നത്. ആസനം മുതൽ അന്ത്യാസനം വരെ കരിഞ്ഞു പോണം. ഈ സമയത്ത് എന്താണോ ഈ മരത്തിത്തെ ഒരു ഇലകൾ പോലും കരിഞ്ഞു പോകാൻ. അതും ആലോചിച്ച് ഞാൻ നേരെ ഷോപ്പ് കിടക്കുമ്പോഴാണ് ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണം തന്നെ. എന്ത് വൃത്തിയല്ലേ ഇവിടൊക്കെ. ഞാൻ വൃത്തി നോക്കി കഴിഞ്ഞാലേ ഷോപ്പിലെത്തി കഴിഞ്ഞാൽ മുതലാളി വരും അടുത്ത ഫ്ലൈറ്റും തിരിച്ച് നാട്ടിൽ കയറി. അതുകൊണ്ട് തന്നെ അധികം നേരം അവിടെ നിൽക്കാൻ നിന്നില്ല. ഞാൻ നേരെ ഷോപ്പിലെത്തി ഷോപ്പ് തുറന്ന് നേരെ ഉള്ളിൽ. അങ്ങനെ ഞാൻ നേരെ ചെന്ന് സിസ്റ്റം ആക്കിയിട്ട് ഒരു ഗ്ലാസ് ചായ എടുത്ത് കുടിച്ച് ഇപ്പോഴാണ് റാത്തുൽമൽ ബർക്കത്ത്. അതും കുടിച്ച് കഴിഞ്ഞ് ബാക്കിയുള്ള വർക്ക് കംപ്ലീറ്റ് ആക്കുമ്പോഴത്തേക്കാണ് സമയം 1 മണിയായിരിക്കും. എത്ര പെട്ടെന്നല്ല സമയം പോകുന്നത്. ഫുഡ് കഴിക്കാൻ സമയമായി. ഷോപ്പും ക്ലോസ് ചെയ്ത് പിന്നെ നേരെ വിട്ട് ഫുഡ് കഴിക്കും. അങ്ങനെ ഈ ഹോട്ടലിൽ കണ്ടപ്പോഴാണ് എനിക്ക് ഇതിന്റെ ബാക്കിൽ ഒരു കാര്യം ഓർമ്മ വന്നത്. ഇതിന്റെ ബാക്കിൽ ചെന്ന് കഴിഞ്ഞാൽ കറക്റ്റ് നമ്മുടെ നാട്ടിൽ ചെന്നൊരു ഫീൽ അല്ല, പച്ച പരവതാനി വെച്ച പോലത്തെ പ്രദേശം അല്ലെ. നമ്മളെ കാക്കാനെ കൂടി ഫുഡ് കഴിച്ച് നേരെ പുറത്ത് കണ്ടിറങ്ങി. പിന്നെ വിട്ട് പള്ളി ചെന്ന് പൈപ്പ് പറഞ്ഞപ്പോ നമ്മൾ ഇന്നും മൂഞ്ചിയടാ. ഇന്നും പള്ളിയിൽ വെള്ളമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നേരെ വിട്ട് നമ്മുടെ റൂമിൽ ഇപ്പൊ ഞങ്ങൾ 3 മാത്രമായോണ്ടേ റൂമിൽ ബാക്കി അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ റൂമിൽ നിന്ന് നിസ്കരിക്കാൻ ഭയങ്കര സൗകര്യം. പിന്നെ നോക്കില്ല, നമ്മൾ ഇട്ട് വന്ന ഷർട്ട് ഉണ്ട് മാറ്റി ഒരു ടീഷർട്ട് ഉണ്ട്. നിസ്കരിക്കാൻ പോണതിന് മുന്നേ എനിക്കൊരു കാര്യം ഓർമ്മ വന്നു. കുറച്ച് ഡ്രസ്സ് അലക്കിടാണ്ട്. അതുകൊണ്ട് തന്നെ അലക്കിടാനുള്ള ഡ്രസ്സും കൈ പിടിച്ച് ഞാൻ നേരെ വാഷ്റൂമിന്റെ ഉള്ളിൽ കണ്ട് സൈഡിന്റെ ഒരു വാഷ് പൗഡർ എടുത്ത് കണ്ട് ബക്കറ്റ് കണ്ട് കുറച്ച് കൊട്ടിന് ശേഷം ബക്കറ്റ് 2 നമ്മൾ അലക്കാനുള്ള ഡ്രസ്സാണ് കൊടുക്കുന്നത്. അതിലുണ്ട് അങ്ങനെ കയ്യും കൈക്ക് ഒന്നു കൊടുത്ത് നേരെ നിസ്കരിക്കാണ്ട് നിസ്കാരം കഴിഞ്ഞ് വെറുതെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ജിമ്മിൽ 2 കമ്മിക്കാർ എന്നെ വിളിക്കുന്നത്. പിന്നെ നോക്കിയാൽ നമ്മൾ നേരെ പുറത്ത് കണ്ടിട്ടാണ് ഞാനൊരു കാഴ്ചയാണ്. ഈ 2 ചങ്ങായിമാരും കൂടി ഇവിടെ കിസ് അടിക്കാനുള്ള പ്ലാനിങ് തോന്നുന്നുണ്ട്. പിന്നെ ഇടയിൽ കൂടെ ഞാനണ്ട് പോയി. മാമനോടൊന്നും തോന്നല്ലേ. റോഡിന്റെ സെന്ററിലായിട്ട് ഇതേപോലത്തെ കുറെ ഈത്തപ്പത്തിന്റെ മരങ്ങൾ കാണാം. 1-2 ഉണ്ട്. തൃശ്ശൂർ പൂരത്തിന് ആനകളെ ഞാൻ നിരത്തി നിർത്തുന്ന പോലെ ഈ ചെങ്ങായിമാരിതാ കുറച്ച് ACB നിർത്തി. അത് നോക്കി കുറച്ച് കഴിഞ്ഞാൽ ഞാൻ ജിമ്മിൽ ഈ നടന്നു വരുന്ന ഈ ചെങ്ങായിന്റെ പേരാണ് അൽ അമീനുൽ ബദരിയ. പിന്നെ ഇത് നമ്മളെ കോച്ച് നിങ്ങൾക്ക് അറിയാലോ. ചെറിയ ഓന്റെ ഡ്യൂട്ടി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ ഓന്റെ റൂമിൽ കണ്ടു ചെന്ന് ഓനക്ക് തിന്നാനായിട്ട് എടുത്ത് വെച്ചിരുന്ന കുറച്ച് കോയിമുട്ട ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കൂടി എടുത്താണ് തിന്ന്. പിന്നെ കുറച്ച് പഴം അതും കഴിച്ച് ഓൻ്റെ ഒരു ചാറ്റയും കൊടുത്ത് ഞാൻ നേരെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നേരെ അസസ്കരിക്കാൻ പള്ളിയിൽ പോയി. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പൊ ശരി, ബൈ.